കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കത്തിലെ അടുത്ത ഒരു തിരുവെൺപായിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കായത്തിനുയിർ കണ്ണിന് ഇങ്ങ് ഈമ സദാസൂതിക്ക് സൂത്രം കണക്കായി തൻ ഗുരുസേവ പാമ്പ് പൂലി തീയെന്നും ഗണിക്കാതെ മേൽ ചെയ്യും ശിഷ്യന് ലഭ്യമാണരുൾ വെറും മർത്യനസാധ്യം ധ്രുവം കായുന്നില്ല ഇഹ രംഭ മൺകലമഹോ പൊന്നാകയില്ല അഗ്നിയിൽ. ഇതാണ് അടുത്ത പാടൽ. അപ്പോൾ ഇതിൽ ഒരു ഗുരുവിനെ ശിഷ്യൻ എങ്ങനെയാണോ അത്രമേൽ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പിന്തുടരുകയും ഗുരുവിനെ തന്നെ സാക്ഷാൽ ശിവനായി കരുതി ആരാധിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു ശിഷ്യന് ഗുരു അരുളാൽ ഈ ഗുരുവിൻ്റെ മൊഴി ലഭിക്കുന്നു. അങ്ങനെ ഗുരു അരുൾ ലഭിക്കുന്ന ശിഷ്യൻ്റെ അവസ്ഥാഭേദത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് ശിഷ്യൻ നിറഞ്ഞ ഹൃദയത്തോടെ ഗുരുവിനെ പിന്തുടരുക തന്നെ ചെയ്യണം. നിരന്തരം ഗുരു ശുശ്രൂഷ ചെയ്ത് ഗുരുവിനെ സാക്ഷാൽ ശിവനായി കരുതി ഗുരുവിന് എല്ലാ ശ്രദ്ധാഭക്തിയോടും കൂടി ശുശ്രൂഷിച്ച് കൂടെ നടക്കുമ്പോൾ ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അമ്പരവാണി ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കും. അങ്ങനെ ശിഷ്യനിൽ പകർന്നു കൊടുക്കുന്ന ഈ തിരുവരുളാണ്, ഈ തിരുജ്ഞാനമാണ് ശിഷ്യൻ്റെ ജീവിതത്തെ സഫലമാക്കുകയും ശിഷ്യനെ ശിവനാക്കി ശിവമയമാക്കി ശിവജ്ഞാനബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുരുവിനെ ശിഷ്യൻ എപ്രകാരം സ്നേഹിക്കണം, അഗാധമായി ശിവനെ പോലെ തന്നെ ആരാധിക്കണം, പിന്തുടരണം എന്ന ആ വലിയ ഉപദേശമാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ ഒരു സാധകന് നൽകുന്നത്. അപ്പോൾ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിനെ ഈശ്വരനായി തന്നെ കണ്ട് ആ ഗുരുവിനെ സ്വീകരിക്കണം. ഏതുപോലെ നോക്കൂ, കായത്തിനുയിർ പോലെ. ഉയിര് ജീവൻ എങ്ങനെയാണോ കായത്തെ അഭിമാനിക്കുന്നത്, അതായത് കായത്തെ പിന്തുടരുന്നത്, ശരീരത്തെ ഉയിരെങ്ങനെയാണോ പിന്തുടരുന്നത്, അതേപോലെയായിരിക്കണം ഒരു ഗുരുവിനെ നിരന്തരം അഭിമാനത്തോടെ പിന്തുടരേണ്ടത്. അപ്പോൾ ഉയിര്, അതായത് ജീവൻ എപ്രകാരമാണോ ശരീരത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത്, അതേപോലെ അഭിമാനനിർഭരമായ ഒരവസ്ഥയിലേക്ക് ശിഷ്യൻ ഗുരുവിനെ കരുതണം. അങ്ങനെ ഗുരുവിനെ ഉയിരെപ്രകാരമാണോ ദേഹത്തെ കരുതുന്നത്, അതേപോലെ അത്രമേൽ ഒന്നായി കരുതണം. പിന്നെ കണ്ണിന് ഇങ്ങ് ഈമ, കണ്ണിനെ ഇമ എപ്രകാരമാണോ കാത്തു സൂക്ഷിക്കുന്നത്, കാത്തു രക്ഷിക്കുന്നത്, അതേപോലെ ഈമ ഈ കണ്ണിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഗുരുവിനെ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ശിഷ്യൻ്റെ കടമയാണ്. പിന്നെ സദാ സൂചിക്ക് സൂത്രം കണക്കെ, ഒരു സൂചിയിൽ നൂല് എപ്രകാരമാണോ കോർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതേപോലെ ഈ സൂചിയാകുന്ന ഗുരുവിനെ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കണം ഈ സൂത്രമാകുന്ന നൂലാകുന്ന ശിഷ്യൻ. അതായത് എല്ലായ്പ്പോഴും ഗുരുവിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ഗുരുസേവ ചെയ്യണം. ഗുരുസേവ എങ്ങനെയാണ്? പാമ്പ്, പുലി തുടങ്ങിയവയെ എതിരിട്ട്
ഗുരുവിനെ രക്ഷിക്കുന്നത് പോലെ, അതായത് പാമ്പും പുലിയൊക്കെ വന്നാൽ ആ പാമ്പിനെയും പുലിയെയും എല്ലാം തന്നെ ഇല്ലാതാക്കാനുള്ള അത്രമേൽ ശ്രദ്ധ ഗുരുവിനോട് ശിഷ്യൻ കാണിക്കണം. അപ്പോൾ പാമ്പിനോടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പുലിയോടൊക്കെ യുദ്ധം ചെയ്തും ഗുരുവിനെ സംരക്ഷിക്കേണ്ട ചുമതല ശിഷ്യൻ്റേതാണ് എന്ന് പറയണം. അങ്ങനെയുള്ള ശിഷ്യന് ഗുരുവിൻ്റെ അരുള് ലഭ്യമാണ്. അങ്ങനെയുള്ള ശിഷ്യനിലേക്ക് ഗുരു തൻ്റെ അനുഗ്രഹം സാക്ഷാൽ മഴ പോലെ പെയ്ത് ഇറങ്ങുന്നു. അപ്പോൾ ഗുരു അരുൾ മഴ പോലെ ശിഷ്യനിലേക്ക് ഇതിറങ്ങുന്നു. അല്ലാത്തവർക്ക് ഏതുപോലെയാണ്? അഗ്നി രംഭയെ കത്തിക്കാൻ പറ്റാത്തതുപോലെ. രംഭ എന്ന് വെച്ചാൽ വാഴ, പച്ച വാഴയെ ഒരിക്കലും അഗ്നിക്ക് കത്തിക്കാൻ പറ്റില്ല. അതേപോലെ ഗുരുവിനെ അനുസരിക്കാത്ത ശിഷ്യന് ഒരിക്കലും ഗുരു അരുൾ കിട്ടുകയില്ല. അപ്പോൾ ഗുരുവിനെ അത്രമേൽ സ്നേഹിക്കുകയും ഗുരുവും താനും ഒന്നാണ് എന്ന് കരുതി എങ്ങനെയാണോ ഉയിർ ദേഹത്തെ അഭിമാനിക്കുന്നത് അതേപോലെ പിന്തുടരുന്ന ഒരു ശിഷ്യന് മാത്രമേ ഈ ഗുരു അരുൾ ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരു ഉദാഹരണം കൂടെ കണ്ണുടെ വള്ളലാർ പറയുന്നുണ്ട്. മൺകലം അഹോ പൊന്നാകാത്ത പോലെ. അതായത് ഈ രസവിദ്യ കൊണ്ട് ചിലർ ലോഹത്തെ പൊന്നാക്കും. പക്ഷേ രസവിദ്യ കൊണ്ട് ഒരിക്കലും മൺകലത്തിൻ്റെ കഷ്ണങ്ങളെ പൊന്നാക്കാൻ പറ്റില്ല. അപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലത്തിൻ്റെ കഷ്ണങ്ങളെ ഒരിക്കലും ഒരു രസവിദ്യാ സാധകന്, ഒരു രസവിദ്യ ഗുരുവിന് ഒരിക്കലും അതിനെ സ്വർണ്ണമാക്കാൻ പറ്റില്ല. അതായത് ശൈവ കവികളിൽ പലരും പറയുന്നുണ്ട്, രസവാദം എന്ന് പറഞ്ഞിട്ടൊരു വാദത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് ചില പ്രത്യേക ഔഷധ കൂട്ടുകൊണ്ടും മന്ത്രസാധന കൊണ്ടും ലോഹത്തെ സ്വർണമാക്കി മാറ്റുന്നതിനെ പറ്റി ശൈവസിദ്ധന്മാർ പാടുന്നുണ്ട്. 18 സിദ്ധന്മാർ പലരും ഇതേപോലെ കഴിവുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശിവവാക്യരുടെ ജീവിതത്തിലും ഇതേപോലത്തെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ശിവവാക്യർ വളരെ ദരിദ്രനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സിദ്ധ സുഹൃത്തുക്കൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഭാര്യയുടെ അടുത്ത് ചെന്ന് കുറേ ചെമ്പ് കഷ്ണങ്ങൾ വാങ്ങിച്ചിട്ട് ആ ചെമ്പിനെ സ്വർണ്ണമാക്കി കൊടുത്തു. പക്ഷേ അത് പിന്നീട് ശിവവാക്യർ വന്നപ്പോൾ അത് ദൂരെ സമുദ്രത്തിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞ് അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ശൈവസിദ്ധന്മാർക്ക് ലോഹത്തെ സ്വർണ്ണമാക്കാനുള്ള രസവിദ്യ അറിയാമായിരുന്നു. പക്ഷേ ഈ രസവിദ്യ കൊണ്ട് ലോഹത്തെ മാത്രമേ സ്വർണ്ണമാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇരുമ്പിനെ സ്വർണ്ണമാക്കാം അല്ലെങ്കിൽ ചെമ്പിനെ സ്വർണ്ണമാക്കാം. പക്ഷേ മൺകലത്തെ സ്വർണ്ണമാക്കാൻ ഒരിക്കലും ഇവർക്ക് കഴിയില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കളെ ഒന്നും ഇവർക്ക് സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റില്ല. ലോഹങ്ങളെ മാത്രമേ എങ്ങനെ മാറ്റാൻ കഴിയൂ എന്നാണ് ഈ ശൈവസിദ്ധ കവികളുടെ പല പാടലുകളിലും നമുക്ക് പറയുന്നത്. അപ്പോൾ അതേപോലെ മൺകലമാകുന്ന ഒരു വസ്തുവിനെ ഒരിക്കലും സ്വർണ്ണമാക്കി മാറ്റാൻ ഗുരുവിന് കഴിയില്ല. അതായത് അർഹതയില്ലാത്ത ഒരു ശിഷ്യനെ ഒരിക്കലും ഈ ഗുരു അരുളുകൊണ്ട് അനുഗ്രഹിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അർഹതയുള്ള ശിഷ്യനെ, അതിന് പക്വത നേടിയ ശിഷ്യന് മാത്രമേ ഗുരു അരുൾ ലഭിക്കുകയുള്ളൂ. അങ്ങനെയല്ലാത്തവർക്ക് ഒരിക്കലും ഗുരു അരുൾ ലഭിക്കുകയില്ല. ഇതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്ന ശ്രീനാരായണ തീർത്ഥപാദരുടെ വാക്കുകൾ ഞാൻ വായിക്കാം. ജീവൻ ദേഹത്തിനെ അഭിമാനിക്കുന്നത് പോലെ വന്ധ്യഗുരുനാഥനെ മാനിച്ചും കണ്ണിനെ ഈമ കാത്തുരക്ഷിക്കുന്ന പോലെ ഗുരുവിനെ കാത്തുരക്ഷിച്ചും സൂചിയുടെ പിന്നാലെ നൂല് ഗമിക്കുന്നത് പോലെ ഗുരുവിനെ അനുഗമിച്ചും പുലി, അഗ്നി, സർപ്പം ഇവയോട് എതിർക്കാൻ പോലും ഗുരു കൽപ്പിച്ചാൽ
ഉടനെ അനുസരിച്ചും കഴിയുവാൻ ത്രാണിയും പക്വതയുമുള്ള അതിതീവ്ര മോക്ഷദായിക്ക് പറ്റിയതാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഉപദേശങ്ങൾ. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഗുരുവിൻ്റെ അരുൾ, ഗുരുവിൻ്റെ ഉപദേശം, അത് സാക്ഷാൽ ജ്ഞാനസമ്പന്നരിൽ നിന്ന് കണ്ണുടയ വള്ളലാരിലേക്ക് പ്രവഹിച്ച ഗുരുവരുളാണ്. അതാണ് ഈ ഗുരു ഉപദേശമായി ഒഴിവിലൊടുക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒഴിവിലൊടുക്കം എന്നുള്ളത് ശരിക്കും ഗുരുവിൻ്റെ ഉപദേശമാകുന്ന ഗുരു അരുളാണ്. ആ ഗുരു അരുളാണ് ശിഷ്യരായ നമുക്ക് പകർന്നു തരാൻ ഇവിടെ കണ്ണുടയ വള്ളലാർ ശ്രമിക്കുന്നത്. അതിന് നാം ഇതേപോലെ പക്വനും തീവ്ര മോക്ഷദാഹിയുമായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒഴിവിലൊടുക്കത്തിലേക്ക് പ്രവേശിക്കുന്ന സാധകന്മാർ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? തീവ്ര മോക്ഷദാഹിയായിരിക്കണം. അങ്ങനെ തീവ്ര പക്വനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഒഴിവിലൊടുക്കം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് എങ്ങനെയാണ്? അഗ്നി വാഴത്തണ്ടിനെ എരിക്കാൻ പറ്റാത്തതുപോലെ അത് ഉപകരിക്കില്ല. അതുപോലെ രസവാദി മൺകലത്തിൻ തുണ്ടുകളെ പൊന്നാക്കുവാൻ സാധിക്കാത്തതുപോലെ ഈ വാക്കുകളൊന്നും സാധകൻ വായിക്കുന്നവരെ അത് ബാധിക്കില്ല. അപ്പോൾ തീവ്ര പക്വനായ തീവ്ര മോക്ഷേച്ഛുവായ ഒരു സാധകന് മാത്രമേ ഈ ഒഴിവിലൊടുക്കം എന്ന മഹനീയ ഗ്രന്ഥത്തിലെ ഈ മഹനീയ അരുൾ ഉപദേശം സാക്ഷാത്കരിക്കാനും അതനുസരിച്ച് മോക്ഷസുഖാപ്തിയിൽ കുളിക്കാനും കഴിയുള്ളൂ. അപ്പോൾ വായനക്കാർക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് കണ്ണുടയ വള്ളലാർ നൽകുന്ന വലിയൊരു വാണിംഗാണിത്. അല്ലയോ, ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? തീവ്ര മോക്ഷേച്ഛ ഉള്ളവരായിരിക്കണം. അത്രയ്ക്ക് തീവ്രമായ പക്വത നേടിയവരായിരിക്കണം. നമ്മളിത് പലപാട് പറഞ്ഞു. ഒഴിവിലൊടുക്കം ശ്രവിക്കുന്നവർ തീർച്ചയായിട്ടും ചിത്തശുദ്ധി നേടിയ തീവ്ര പക്വത നേടിയവരായിരിക്കണം. അല്ലാത്തവർക്ക് ഒഴിവിലൊടുക്കം കേൾക്കാൻ അർഹതയില്ലെന്ന് മാത്രമല്ല, അത് കേട്ടാൽ തന്നെ അതവർക്ക് ഗുണം ചെയ്യുകയുമില്ല. അപ്പോൾ ഒഴിവിലൊടുക്കത്തിലെ ഉപദേശം കൊണ്ട് സാക്ഷാത്കാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും തീവ്ര പക്വരായ ചിത്തശുദ്ധി നേടിയ സാധകരായിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രം ഈ ഒഴിവിലൊടുക്കം കേട്ടാൽ മതി. അവർക്ക് മാത്രമേ ഒഴിവിലൊടുക്കം സാക്ഷാത്കാരത്തിലേക്ക്, മോക്ഷസുഖത്തിലേക്ക് സാധകനെ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതുതന്നെയാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പറയുന്നത്. അതായത് ഗുരുവിനെ ശരിക്കും ഈശ്വരനായി തന്നെ കരുതി ആ ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിക്കാനുള്ള കഴിവ് സാധകൻ നേടണം. അതിലെ ഒരു മന്ത്രം നോക്കൂ. അരുമൈ വല്ലോൻ കലൈ ஞானத்துள் தோன்றும் பெருமை வல்லோன் பிற விச்சுழி நீந்தும் உரிமை വല്ലോൻ ഉണർന്ന ഒഴി ഉരുക്കം തിരുമൈവല്ലോട് ചേർന്നത് താനേ. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: മേന്മയാർന്ന ശക്തികൾ നിറഞ്ഞവനും യോഗകലാജ്ഞാനത്തിൽ ഉദിച്ചുയരുന്ന ഈ മഹാഗുരുവിൻ്റെ തിരുമൊഴികൾ, ശിവഗുരുനാഥൻ്റെ ഈ മൊഴികൾ ആത്മബോധമാർന്ന അഥവാ ശിവബോധമാർന്ന ശിവജ്ഞാനിയായ ഗുരുവിൻ്റെ കീഴിൽ ഈ പ്രപഞ്ചശക്തികളെല്ലാം തന്നെ അടങ്ങി നിൽക്കുന്നു. അപ്രകാരം ശിവജ്ഞാനമാർജിച്ച് ശിവൻ്റെ ജീവശരീരികളായ ശിഷ്യന്മാർക്ക് ഈ ദിവ്യ ഉപദേശം സാക്ഷാൽ മോക്ഷത്തെ നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ
ഗുരുത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അരുളിനെ സ്വീകരിക്കണമെങ്കിൽ ശിഷ്യൻ തീർച്ചയായിട്ടും അതിന് തക്ക ശക്തിയുള്ള, അതിന് തക്ക തീവ്ര മോക്ഷസുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുള്ള ഒരു തീവ്ര മോക്ഷേച്ഛുവിന് മാത്രമേ ഒഴിവിലൊടുക്കം ഉപകരിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഒഴിവിലൊടുക്കം ഒരിക്കലും ഉപകാരം ചെയ്യില്ല എന്നാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.